നമസ്കാരം. ഇത് ഐറിഷ് വംശജയായ സാമൂഹ്യ പ്രവർത്തകയും അധ്യാപികയുമായിരുന്ന മാർഗരറ്റ് എലിസബത്ത് നോബിൾ 1895 ലണ്ടനിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയതോടെയാണ് അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടയായ അവർ ഇന്ത്യയിലെത്തുകയും 1898 മാർച്ച് 25 സ്വാമി വിവേകാനന്ദൻ അവരെ ബ്രഹ്മചര്യ വ്രതത്തിലേക്ക് ദീക്ഷ നൽകി സ്വീകരിക്കുകയും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ നിവേദിത എന്ന പേർ നൽകുകയും ചെയ്തു. 1898 നവംബറിൽ കൽക്കട്ടയിലെ എല്ലാ വിഭാഗം സ്ത്രീകൾക്കുമായി അവർ നിവേദിത വിദ്യാലയം ആരംഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിനായി അവർ വളരെയധികം പ്രവർത്തിച്ചു. 1899 കൽക്കത്തയിൽ വെച്ച് പ്ലേഗ് മഹാമാരി പുറപ്പെട്ടപ്പോൾ അവർ രോഗികളെ പരിചരിക്കുകയും പ്രദേശങ്ങൾ വൃത്തിയാക്കുകയും സന്നദ്ധ പ്രവർത്തനത്തിനായി യുവാക്കളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ അവർ പങ്കെടുത്തു. ദ ക്യൂൻ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലെ റോയി വില്ലയിലായിരുന്നു സിസ്റ്റർ നിവേദിതയുടെ അവസാന നാളുകൾ. 1911 അവിടെ വെച്ചാണ് അവർ അന്തരിച്ചത്. സിസ്റ്റർ നിവേദിതയുടെ ആഗ്രഹപ്രകാരം ഹിന്ദു ആചാരപ്രകാരമാണ് ഡാർജിലിംഗിൽ വെച്ച് സംസ്കരിക്കുകയും അന്ത്യയാത്രയിൽ നിരവധി പേർ അനുഗമിക്കുകയും ചെയ്തു. പിന്നീട് ചാരങ്ങൾ കൽക്കട്ടയിലേക്ക് കൊണ്ടുപോയി. സമാധി സ്ഥലം വെസ്റ്റ് ബംഗാളിലെ ബാഗ ജതിൻ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജയ് ഹിന്ദ്.